നമ്മളെ ഗ്രാമശ്രീ കോഴിക്കുട്ടികൾക്കൊക്കെ ഇപ്പോൾ 42 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. വിരിഞ്ഞ് 42ാമത്തെ ദിവസം കൊടുക്കുന്ന വാക്സിനാണ് R2B വാക്സിൻ. കോഴി വസന്തക്കെതിരായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. ഒരു ലൈവ് വാക്സിനാട്ടോ R2B വാക്സിൻ. മറ്റു വാക്സിൻ പോലെയല്ല. മറ്റു വാക്സിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ ഓരോ തുള്ളി ഇറ്റിച്ച് കൊടുക്കുകയാണ്. ഇതൊരു ഇഞ്ചക്ഷനാണ്. ഒരുവിധ ആൾക്കൊക്കെ പേടിയാണ് ഇത് കൊടുക്കാൻ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കൊടുത്ത് കഴിയും. പിന്നെ നമ്മൾ വിചാരിക്കും ഒരാളില്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ല, ഒരാൾ പിടിച്ചു തന്നിട്ട് വേറെ ആൾ ഇഞ്ചക്ഷൻ കൊടുക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വാക്സിൻ കൊടുക്കുക. അതെങ്ങനെയാണെന്നുള്ള ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ R2B കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ R2B വാക്സിൻ കൊടുക്കുമ്പോൾ അതൊരു ലൈവ് വാക്സിനാണ്. അപ്പോൾ നമ്മളെപ്പോഴും തണുപ്പിലാട്ടോ സൂക്ഷിക്കേണ്ടത്. ഫ്രീസറിലല്ല, താഴെ കള്ളിയിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ R2B വാക്സിൻ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നന്ന രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൊടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് ഒരിക്കലും വാക്സിൻ കൊടുക്കരുത്. വിരിഞ്ഞ് 42ാമത്തെ ദിവസം കേട്ടോ അത് കൊടുക്കേണ്ടത്. അപ്പോൾ R2B കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ വിരമരുന്ന് കൊടുക്കൽ എന്തായാലും നിർബന്ധമാണ്. വിരമരുന്ന് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ R2B കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ 42ാമത്തെ ദിവസം ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് 43ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊടിയും ഒരു വെള്ളവുമാണ്. നമ്മളെ ലസോട്ടയും IBD ഒക്കെ പോലെ തന്നെയാണ്. ഇതാണ് അതിൻ്റെ സൊല്യൂഷനാണിത്. ഇത് മറ്റേ സ്ട്രെയിനാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോഴിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ R2B വാങ്ങിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഐസ് ക്യൂബായിട്ട് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പിലുള്ള ആൾ ചിലപ്പോൾ ഐസ് ഇട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഐസ് ക്യൂബായിട്ട് പോവുക. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു സിറിഞ്ചിൽ നമുക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 5 കോഴിക്ക് കൊടുക്കാനുള്ള ഉണ്ടാവും കേട്ടോ. 0.5 ആണ് ഒരു കോഴിക്ക് കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുള്ള് സിറിഞ്ച് എടുത്താൽ നമുക്ക് 5 കോഴിക്ക് കൊടുക്കാൻ കറക്റ്റ് ഉണ്ടാവും കേട്ടോ. അത് അപ്പോൾ അളവൊക്കെ നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക, തെറ്റിപ്പോവാതെ നല്ലപോലെ നോക്കി കൊടുക്കുക. അപ്പോൾ ആ പൊടിയും ഈ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുലുക്കിയിട്ട് അതിൻ്റെ ശേഷമാട്ടോ ഞാൻ ഈ സിറിഞ്ചിലേക്ക് എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യണ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കോഴികൾക്ക് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിനെ പിടിക്കുക, എന്നിട്ട് 2 കാലും പിടിക്കുക, ഒരു ചിറകും കൂട്ടി പിടിക്കുക. 2 കാലും ഒരു ചിറകും കൂട്ടി പിടിക്കുക. അതിൻ്റെ ശേഷം മറ്റേ ചിറകും കൂടി കൂട്ടി മറ്റേ കയ്യിലേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ സിറിഞ്ച് എടുക്കുകയാണ്. നമ്മൾ ആ മാർക്കിങ് കാണുന്ന ഭാഗം മുന്നിലേക്കാക്കി വെക്കണം, എന്നാലേ നമുക്കതിൽ കുത്തിയാൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ കോഴീൻ്റെ ചിറകിൻ്റെ അടിയിൽ നരമ്പിനൊന്നും കുത്തരുത്, ഇറച്ചിക്കൊന്നും കുത്തരുത്, തോലിക്ക് അടിയിലേക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. 0.5 ml ആകുമ്പോൾ നമുക്ക് അവിടെ നിർത്താം. ബാക്കി 4 കോഴിക്കും കൂടി കൊടുക്കാനുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് വാക്സിൻ കൊടുക്കൽ കേട്ടോ. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലിപ്പുറത്ത് ചെറിയൊരു പൊള്ളൽ പോലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ ബ്ലഡ് പുറത്ത് വരാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മൾ സിറിഞ്ച് വലിച്ചു വരുമ്പോൾ മരുന്ന് പുറത്ത് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തത് ശരിയായില്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ 3 ആൾക്ക് കൊടുത്തിട്ടുണ്ട്. 3 ആൾക്ക് കൊടുത്തോലൊക്കെ മാറ്റിയിടുക കേട്ടോ. ഈ കൂട്ടിലേക്കാണ് മാറ്റിയിടുന്നത്. അപ്പോൾ 3 ആൾക്ക് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ സിറിഞ്ചിൽ ബാക്കി വന്ന മരുന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, 3 ആൾക്ക് കൊടുത്ത് 0.5 ml അങ്ങനെ 3 ആൾക്ക് കൊടുത്ത്. ഇനി 2 ആൾക്ക് കൊടുക്കാനുള്ള മരുന്ന് കൂടി ഇതിലുണ്ട്. 5 ആൾക്ക് കറക്റ്റാണ് ഒരു സിറിഞ്ച് ഫുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കറക്റ്റ് അളവൊക്കെ നോക്കി കൊടുക്കുക. അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയി പോകരുത്. മരുന്നൊക്കെ കറക്റ്റ് ഡോസായിട്ട് തന്നെ കൊടുക്കുക. ഇഞ്ചക്ഷൻ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, വേഗം കൊടുക്കുക. അങ്ങനെ നമ്മളിതാ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം 55ഓളം കുട്ടികളുണ്ട്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി വന്ന മരുന്ന് ഇതാട്ടോ. നമ്മളെല്ലാവർക്കും ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ സമയം. അരമണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുത്തു കഴിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്സിനും ഇതും ഒക്കെ അവിടെ ഇവിടെ വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കോഴികൾ ഇത് പോയി തിന്നാൽ ചത്തുപോകും. അപ്പോൾ ഇത് പ്രോപ്പർ ഡിസ്പോസലാണ് ഇനി വേണ്ടത്. അപ്പോൾ ഒന്നും കവറിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും കുഴിച്ച് മൂടുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിടുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. വാക്സിൻ കൊടുത്ത കോഴികളൊക്കെ നമ്മൾ ഈ കൂട്ടിലേക്കാട്ടോ മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരൊക്കെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ ആക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് ക്ഷീണമുള്ള സമയത്ത് ഒരിക്കലും വാക്സിൻ കൊടുക്കരുത് കേട്ടോ. ആദ്യം IBD ലസോട്ടൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഇത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ വാക്സിന് മിക്സ് ചെയ്താൽ ഈ ലസോട്ട IBD ഏത് വാക്സിനായാലും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിലായിട്ട് നമ്മളത് കോഴികൾക്ക് കൊടുത്ത് തീർക്കണം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കോഴിക്ക് കൊടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി പിന്നെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അതൊരു ലൈവ് വാക്സിനാണ്. അപ്പോൾ മിക്സ് ചെയ്ത 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എല്ലാവർക്കും നമ്മളത് കൊടുത്ത് തീർക്കട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് R2B വാക്സിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.